നമ്മൾ പഠിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് നമ്മുടെ അടുത്ത് പിന്നെ ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു വീട് എപ്പോഴാണ് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഒരുപാടുണ്ടല്ലോ നമ്മൾ ചില ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ അപ്പോൾ എല്ലാവരും പറയുന്ന പല സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ കുറ്റിയടിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് കട്ടള വെക്കുമ്പോൾ ശരിക്കും ഒരു വീട് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളതിനെ എപ്പോഴും ചിന്തിച്ച് തുടങ്ങുന്നു, അവിടെ മുതലാണ് ഒരു വീട് സ്റ്റാർട്ടാവുന്നത് അല്ലേ. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചിട്ടാണ് ഒരു ധാരണ ഇല്ലാത്ത. ഇന്നും യൂട്യൂബിലെ കുറേ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട് പണി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അതിനൊക്കെ ഭയങ്കര റീച്ചുമാണ്. കാര്യം നമുക്ക് ഇന്നൊരു ഫോൺ മേടിക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുന്ന സമയത്ത് പോലും നമ്മൾ ധാരാളം വീഡിയോ കാണുകയും പരിചയമുള്ള ഒരാളുകളൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു വീടിൻ്റെ കേസിൽ അങ്ങനൊരു സംഭവം ഇല്ലാന്ന് തോന്നുന്നു. അല്ല, വീടിൻ്റെ കേസിലുണ്ട്, ചോദിക്കുന്ന പരസ്പരമാണെന്നുള്ളൂ. അതെ ശരിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, അല്ലാതെ അല്ല. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഫോണിലേക്ക് ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് ഒരു 1-1.5 ലക്ഷം രൂപയുടെ ഫോൺ എടുക്കുന്ന സമയത്ത് അത്രയും ഡീപ്പായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു മാസ്റ്റേഴ്സ് കമ്മ്യൂണിക്കേഷൻ അല്ല ഇതിനകത്ത് നടക്കാം. ഇപ്പോൾ ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്ന ഡോക്ടറെ അടുത്താ, അല്ലാതെ മെഡിക്കൽ റെപ്പിൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് പുള്ളിക്കാരെക്കുറിച്ച് അറിവില്ല എന്നല്ല ഞാൻ പറയാം. ഒരു ഡോക്ടർ കേസ് ടു കേസ് സ്റ്റഡി ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സാധനം ഒരിക്കലും ഒരു മെഡിക്കൽ റെപ്പിന് പറ്റില്ല. പക്ഷേ മെഡിക്കൽ റെപ്പിന് അറിയാൻ മേലെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനും സാധിക്കില്ല എന്ന് പറഞ്ഞ കണക്കാണ്. ഈവൻ സിമ്പിളാണ്, ഒരു ഡയറ്റീഷ്യൻ ഡയറ്റ് നിർണ്ണയിക്കുന്നു, കേസ് ടു കേസ് സെപ്പറേറ്റ് ഓരോ 100 പേർക്ക് 100 ഡയറ്റ് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞ പോലെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയാസിലാണ് സ്റ്റഡി നടക്കുന്നുണ്ട്. ചില കേസുകളിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പല ആൾക്കാരും പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുനിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് തൊട്ടടുത്ത വീട്ടുകാരൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ത് ചെയ്തു, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് അത് വേണം. ഇപ്പം ആ ഒരു രീതിയാണല്ലോ പൊതുവെ കാണുന്ന ആ ഒരു സംഭവം. അതിനകത്താണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത്. കാരണം ചിലപ്പം ആ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ കാര്യം, ഇപ്പോൾ സ്റ്റെയറിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു കാര്യം നമ്മുടെ പ്ലാൻ അനുയോജ്യമായിരിക്കത്തില്ല, ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നത്. കൂടുതലും അങ്ങനെയാണ് കണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മേളത്തിൽ സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. അപ്പോൾ അത് ഒരു പ്രോപ്പർ പ്ലാനിൻ്റെ ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ് ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിനാണ് നമ്മൾ അങ്ങനെ പോയത്. പക്ഷേ നമ്മളുടെ ഒരു ഫാമിലിയുടെ എണ്ണം അനുസരിച്ച് അത്രയും ആവശ്യമില്ലായിരുന്നു, അത്രയും കോസ്റ്റ് സേവ് ചെയ്യായിരുന്നു. ആ പൈസ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു. ഇതൊക്കെയാണ് കോമൺലി കണ്ടുവരുന്നൊരു കാര്യം.